കൊൽക്കത്തയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള RGR മെഡിക്കൽ സെന്റർ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കേസ് കൈകാര്യം ചെയ്തതിലെ വീഴ്ചയും വിദ്യാഭ്യാസ മെഡിക്കൽ സ്ഥാപനങ്ങളിലെ സുരക്ഷാ നടപടികളെയും ചോദ്യം ചെയ്ത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. ഇരയ്ക്ക് നീതി ലഭിക്കുന്നതിന് പകരം പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമം ആശുപത്രിക്കും പ്രാദേശിക ഭരണകൂടത്തിനും നേരെ ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് അദ്ദേഹം പറഞ്ഞു. ക്രൂരവും മനുഷ്യത്വരഹിതവുമായ പ്രവൃത്തിയാണ് നടന്നത്. ഡോക്ടർമാർക്കിടയിലും സ്ത്രീകൾക്കിടയിലും അരക്ഷിതാവസ്ഥയുടെ അന്തരീക്ഷം ഉടലെടുത്തിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് പോലൊരു സ്ഥലത്ത് ഡോക്ടർമാർ സുരക്ഷിതരല്ലെങ്കിൽ പിന്നെ എങ്ങനെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ പെൺമക്കളെ പഠനത്തിനായി പുറത്തേക്ക് അയക്കും? നിർഭയ കേസിന് ശേഷമുണ്ടായ കർശന നിയമങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് പരാജയപ്പെടുന്നതെന്നും രാഹുൽ ചോദിച്ചു. സ്ത്രീകൾക്കെതിരായ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളിൽ ഓരോ പാർട്ടിയും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഗൗരവമായ ചർച്ചകൾ നടത്തുകയും കൃത്യമായ നടപടികൾ കൈക്കൊള്ളുകയും വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 9 രാവിലെയാണ് ബിരുദാനന്തര ബിരുദിയായ യുവതിയുടെ മൃതദേഹം ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ കണ്ടെത്തിയത്. കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് സഞ്ജയ് റോയ് എന്ന സിവിക് വോളണ്ടിയർ അടുത്ത ദിവസം അറസ്റ്റിലായി. ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി RKGR മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് തന്റെ പദവിയിൽ നിന്നും സർക്കാർ സർവീസിൽ നിന്നും നേരത്തെ രാജിവെച്ചിരുന്നു. പശ്ചിമ ബംഗാൾ സർക്കാർ മെഡിക്കൽ സൂപ്രണ്ട് കം വൈസ് പ്രിൻസിപ്പൽ സഞ്ജയ് വിശിഷ്ടിനെ നീക്കം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഘോഷിന്റെ തീരുമാനം. അതിക്രൂരമായ അതിക്രമങ്ങളാണ് ഡോക്ടറിന് മരണത്തിന് മുമ്പ് നേരിടേണ്ടി വന്നത്. സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവുന്നതും ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ മുറിവുകളുണ്ടെന്നും 4 പേജുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതിന് പിന്നാലെയാണ് കൊലപാതകം മാത്രമല്ല സംഭവിച്ചതെന്ന് പോലീസ് ഉറപ്പിച്ചത്. അവളുടെ 2 കണ്ണുകളിൽ നിന്നും വായിൽ നിന്നും രക്തസ്രാവം ഉണ്ടായിരുന്നു. മുഖത്ത് മുറിവുകൾ, ഇരയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. അവളുടെ വയറിലും ഇടത് കാലിലും കഴുത്തിലും അവളുടെ വലത് കൈയിലും മോതിര വിരലിലും മുറിവുണ്ട്. ചുണ്ടുകളും വികൃതമാക്കി റിപ്പോർട്ടിൽ പറയുന്നു. ആൻഡമാൻ മോർട്ടം ഒടിവുകൾ, ലൈംഗിക തുളച്ചുകയറ്റം എന്നിവയും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 3 മുതൽ 5 വരെ ശ്വാസം മുട്ടിയാണ് ഇരയെ കൊലപ്പെടുത്തിയതെന്ന് കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ ഏത് സ്ത്രീയാണ് സുരക്ഷിതമായിരിക്കുന്നതെന്ന് ഭരണാധികാരികൾ ഇനിയെങ്കിലും വ്യക്തമാക്കണം. ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലും സ്വാതന്ത്ര്യദിനാഘോഷത്തിലും ഇലക്ഷൻ പ്രചരണ പ്രസംഗത്തിലും മാത്രമാണോ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ സ്ത്രീ സുരക്ഷ നിങ്ങൾ സാധ്യമാക്കുകയുള്ളൂ? വ്യക്തമാകുന്നില്ല എന്ത് സുരക്ഷയാണ് നിങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നതെന്ന്. ഒരു കുടുംബത്തിന്റെ സ്വപ്നം തന്നെ ഇല്ലാതാക്കുന്ന നീചന്മാരെ സംരക്ഷിക്കുന്നതാണ് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും നിയമപാലകരും. എന്തുകൊണ്ടാണ് ഇനിയും ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ വീണ്ടും ആവർത്തിച്ചു വരുന്നത്? എപ്പോഴാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് സുരക്ഷയുള്ളത്? എന്ത് ധൈര്യത്തിലാണ് പെൺകുട്ടികൾ ഇനി പുറത്തിറങ്ങുന്നത്? രാജ്യമാസകലം വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത്. സിനിമാ താരങ്ങളടക്കം നിരവധി ആളുകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ക്രൂരമായി ഒരു പെൺകുട്ടി ബലാത്സംഗത്തിനിടയായിട്ടും സർക്കാർ സംവിധാനങ്ങൾ അതിനെതിരെ ഇതുവരെയും ഒരു നടപടിയും സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇനിയും ഇത് വൈകിച്ചാൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം വളരെ എളുപ്പമാവുകയുള്ളൂ. കൃത്യമായ നടപടി ഇതിനെതിരെ സ്വീകരിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ രാജ്യത്ത് ഇനി ഇതുപോലെയുള്ള അനർത്ഥങ്ങൾ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. നിങ്ങൾ വൈകുന്തോറും ഇത് ഓരോ കുറ്റവാളികൾക്കും വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ സംവിധാനവും നിയമപാലകരും ഇതുപോലെയുള്ള ഒരു അതിതീവ്രമായ കേസിനെ ഇത്രത്തോളം വൈകിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കുറ്റവാളികളെ ഉടൻ കണ്ടെത്തി തക്കതായ ശിക്ഷ, അതും യുവ ഡോക്ടർ അനുഭവിച്ചതിന്റെ 10 ഇരട്ടിയെങ്കിലും ശിക്ഷ അവർക്ക് ലഭിച്ചാൽ മാത്രമേ ഇരയ്ക്ക് നീതി ലഭിച്ചു എന്ന് പറയാൻ സാധിക്കൂ. അതിനുള്ള സമ്പൂർണ്ണ ഉത്തരവാദിത്തം ഈ സർക്കാരിനുണ്ട്. അത് നിങ്ങൾ കൃത്യമാക്കിയേ പറ്റൂ.